ഹലോ, അസ്സാം വലൈക്കും. നമുക്ക് ആദ്യമേ തന്നെ ഒരു ചെമ്മീൻ റോസ്റ്റ് ആയാലോ. അതിനായിട്ട് ചെമ്മീൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ എണ്ണയിൽ സൺഫ്ലവർ ഓയിലിൽ ഒരു പകുതി വറുത്തെടുക്കും. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റ് ഇട്ട് നല്ലോണം വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നമുക്കതിനകത്ത് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും പിന്നെ മസാലകളും സാദാ മസാല, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ആ പൊടികളുടെയൊക്കെ ആ കുത്തുമണം അങ്ങ് മാറിക്കിട്ടും. നന്നായിട്ട് പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളി ഒന്ന് വേകുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വെക്കുമ്പോഴത്തേക്കും അതിനകത്ത് കിടന്ന് തക്കാളി ഒന്ന് വെന്ത് കിട്ടും. തക്കാളി കുറച്ച് കഴിഞ്ഞ് നമ്മൾ തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇത് ചെമ്മീനിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്കൊരു 5 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും ചെമ്മീൻ അതിനകത്ത് നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ച് തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് ഉള്ളി തക്കാളിയൊക്കെ വെന്ത് മസാലയിൽ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വെച്ചിരുന്നാൽ മതി ഒരു 5 മിനിറ്റ്. എന്നിട്ടൊരു 5 മിനിറ്റ് നമ്മൾ നോക്കുക. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഊണ് കഴിച്ചാലോ. മട്ടയരിയുടെ ചോറും പിന്നെ നമ്മുടെ പരിപ്പും പിന്നെ കായ്ത്തോരനും പിന്നെ നമ്മുടെ കൊഞ്ച് റോസ്റ്റും. ഈ പരിപ്പും കായ്ത്തോരനും എന്ന് പറയുന്നത് ഒരു ചെറിയ റോസ്റ്റും കേട്ടോ. ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഈ പരിപ്പും കായ്ത്തോരനും പിന്നെ സൈഡിലൊരു മത്തി വറുത്തതും ഒരു പപ്പടമായിരുന്നു. അതിങ്ങനെ എപ്പോഴൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോഴും ഹോസ്റ്റലിൻ്റെ ആ ഒരു ട്യൂസ്ഡേയിൽ ആ ഒരു ഉച്ചയ്ക്കത്തെ ഫുഡാണ് ഓർക്കുക. അപ്പം ഇന്നിപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഊണ് കഴിച്ചാലോ. താങ്ക് യു ഫോർ വാച്ചിങ്.